ഇന്ന് നമ്മൾ നോക്കുന്നത് CBSE 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കായ ആൻ ഏലിയൻ ഹാൻഡ് എന്ന സപ്ലിമെൻ്ററി ടെക്സ്റ്റ് ബുക്കിൻ്റെ ആറാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ഐ വാണ്ട് സംതിങ് ഇൻ എ കേജ്. ഇതിനു മുമ്പുള്ള പാർട്ട് കാണാത്തവർ അത് ആദ്യം കാണണം. ദി കസ്റ്റമർ വാണ്ട്സ് സംതിങ് ദാറ്റ് ഹാസ് വിങ്സ്. ഒരു കസ്റ്റമർ വന്നു. അദ്ദേഹത്തിന് വേണ്ടത് ചിറകുകളുള്ള ഏതെങ്കിലും ഒരു ജീവിയാണ്. ചിറകുകളെന്ന് പറയുമ്പോൾ ഒരു പക്ഷിയായിരിക്കും. ഹി സ്പെൻഡ്സ് ഹിസ് 10 years ഏർണിംഗ് ഓൺ എ പെയർ ഓഫ് ബേർഡ്സ്. 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഏർണിങ്സ്, അതായത് സേവിങ്സ്, അദ്ദേഹം സമ്പാദിച്ച 10 വർഷം സമ്പാദിച്ച ആ പൈസയാണ് ഒരു ബേർഡ്സിൻ്റെ ഒരു പെയറിന് വേണ്ടിയിട്ട്, ഒരു ജോഡി പക്ഷികൾക്ക് വേണ്ടി അദ്ദേഹം ചിലവാക്കുന്നത്. ആ പൈസ കൊടുത്താണ് അദ്ദേഹം ഈ പക്ഷികളെ വാങ്ങിക്കുന്നത്. വാട്ട് ഹി ഡസ് ആഫ്റ്റർ ബൈയിങ് ദ ബേർഡ്സ് ഈസ് ദ സ്ട്രേഞ്ചസ്റ്റ് ആക്ട് മിസ്റ്റർ പേഴ്സൽ ഹാസ് എവർ സീൻ. ആ പക്ഷികളെ വാങ്ങിച്ചു കഴിഞ്ഞ് അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തിയാണ് പേഴ്സലിനെ ഒരുപാട് ഒരിക്കലും കാണാത്ത പോലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അത് സ്ട്രേഞ്ചസ്റ്റ് ആക്റ്റായിരുന്നു പേഴ്സലിന്. ആ ആക്ട്, ആ പ്രവൃത്തി എന്തായിരുന്നു ആ പ്രവൃത്തി എന്നൊക്കെ നമുക്ക് നോക്കാം. ദ മാൻസ് ഷൈനി ഷൂസ് സ്ക്വീക്ഡ് ഫോർവേഡ്. അതായത് ആ മനുഷ്യൻ മുമ്പിലോട്ട് നടന്നു വന്നു. ഹിസ് സ്യൂട്ട് വാസ് ചീപ്പ്, ഇൽ ഫിറ്റിംഗ് ബട്ട് ഒബ്വിയസ്ലി ന്യൂ. അദ്ദേഹത്തിൻ്റെ സ്യൂട്ട് എന്ന് പറയുന്നത് ചീപ്പായിരുന്നു, വളരെ വില ഉള്ളതല്ല, വില കുറഞ്ഞ ഒരു സ്യൂട്ടായിരുന്നു. ഇൽ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഫിറ്റൊന്നുമല്ല. ഒബ്വിയസ്ലി ന്യൂ, പക്ഷേ അത് പുതിയതായിരുന്നു ആ മനുഷ്യൻ ധരിച്ചിരുന്ന സ്യൂട്ട്. ഹി ഹാഡ് എ ഷട്ട്ലിംഗ് ഗ്ലാൻസ് ആൻഡ് എ ക്ലോസ് ക്രോപ്ഡ് ഹെയർ. അപ്പോൾ അയാളുടെ ഷട്ട്ലിംഗ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടുള്ള ആ ഒരു നോട്ടം, അതുപോലെ തന്നെ ക്ലോസ് ക്രോപ്ഡ് ഹെയർ, വളരെ ചെറുതായിട്ട് മുടി വെട്ടിയിട്ടുണ്ട്. ഇഗ്നോറിംഗ് പേഴ്സൽ ഫോർ ദ മൊമെൻറ്റ് ഹി റോൾഡ് ഹിസ് ഗേസ് അറൗണ്ട് ദിസ് ഷാഡോയി ഷോപ്പ്. ഇപ്പോൾ പേഴ്സലിനെ അധികം നോക്കാതെ, അധികം മൈൻഡ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ഈ പേഴ്സലിൻ്റെ ഷോപ്പിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ തുടങ്ങി. എ നാസ്റ്റി മോർണിംഗ് വോളണ്ടിയർഡ് ദ ഷോപ്പ് കീപ്പർ പറഞ്ഞു, നാസ്റ്റി മോർണിംഗ് ആണ്, വളരെ മോശപ്പെട്ട ഒരു മോർണിംഗ് ആണിത്. ഹി ക്ലാസ്പ് ബോത്ത് ഹാൻഡ്സ് അക്രോസ് ഹിസ് മെലൻ ലൈക്ക് സ്റ്റൊമക്ക്. അദ്ദേഹത്തിൻ്റെ കുടവയറിൻ്റെ മുകളിൽ കൈകൾ വെച്ചുകൊണ്ട് ആ ഷോപ്പ് കീപ്പർ പേഴ്സൽ പറയുകയാണ്. ആൻഡ് സ്മൈൽ ഇമ്പോർട്ടൻ്റ്ലി, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ സീ ബൈ ദ പേപ്പർ വി ആർ ഇൻ ഫോർ എ കോൾഡ് സ്പെൽ. ഇപ്പോൾ ഞാൻ പേപ്പറിൽ വായിച്ചു, നമ്മൾക്ക് ഇവിടെ ഒരു വളരെ മോശം കാലാവസ്ഥയാണ് വരാൻ പോകുന്നത്, വളരെ തണുപ്പുള്ള കാലാവസ്ഥയാണ് വരാൻ പോകുന്നത് എന്ന് ഞാൻ പേപ്പറിൽ വായിച്ചു. ആൻഡ് നൗ വാട്ട് വാസ് ഇറ്റ് യു വാണ്ടഡ്? ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ദി മാൻ സ്റ്റാർട്ടഡ് ക്ലോസ്ലി അറ്റ് മിസ്റ്റർ പേഴ്സൽ ആസ് ദോ ജസ്റ്റ് നൗ അവെയർ ഓഫ് ഹിസ് പ്രസൻസ്. ഹി സെഡ്, ഐ വോണ്ട് സംതിങ് ഇൻ എ കേജ്. അപ്പോൾ ആ മനുഷ്യൻ ജസ്റ്റ് ഇപ്പോൾ ആ പേഴ്സലിനെ, ആ മനുഷ്യനെ, ആ ഷോപ്പ് കീപ്പറിനെ ഇപ്പോഴേ കണ്ടുള്ളൂ എന്ന ഒരു ഇതിൽ അദ്ദേഹം പറഞ്ഞു, ഐ വോണ്ട് സംതിങ് ഇൻ എ കേജ്. ഒരു കൂട്ടിനകത്തുള്ള എന്തിനെങ്കിലും എനിക്ക് വേണം. ഐ വാണ്ട് സംതിങ് ഇൻ എ കേജ്. കൂട്ടിലടയ്ക്കപ്പെട്ട എന്തിനെങ്കിലും എനിക്ക് വാങ്ങണം. സംതിങ് ഇൻ എ കേജ്. മിസ്റ്റർ പേഴ്സൽ വാസ് എ ബിറ്റ് കൺഫ്യൂസ്ഡ്. പേഴ്സലിന് ചെറിയ കൺഫ്യൂഷനായി. സംതിങ് ഇൻ എ കേജ് അതെന്താണ്? യു മീൻ സം സോർട്ട് ഓഫ് പെറ്റ്? അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെറ്റാണോ നിങ്ങൾക്ക് വേണ്ടത്? ഐ മീൻ വാട്ട് ഐ സെഡ്, സ്നാപ്പ് ദ മാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് ആംഗ്രി, ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് തന്നെ, ഒരു കേജിൽ അടയ്ക്കപ്പെട്ട എന്തിനെങ്കിലുമാണ് എനിക്ക് വേണ്ടത്. സംതിങ് ഇൻ എ കേജ്, സംതിങ് ദാറ്റ് ഈസ് സ്മോൾ.
എന്തെങ്കിലും ചെറിയൊരു ജീവി, കേജിലടയ്ക്കപ്പെട്ട കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു ജീവിയാണ് എനിക്ക് വേണ്ടത്. ഐ സി ഹേസ്റ്റൻ ദ സ്റ്റോർ കീപ്പർ, നോട്ട് അറ്റ് ഓൾ സെർട്ടൈൻ ദാറ്റ് ഹി ഡിഡ്. ഹിസ് ഐസ് നാരോഡ് ഗ്രേവ്ലി ആൻഡ് പേഴ്സ്ഡ് ഹിസ് ലിപ്സ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി ശരി, നൗ ലെറ്റ് മി തിങ്ക്, വൈറ്റ് റാറ്റ് പെർഹാപ്സ്, ഐ ഹാവ് സം വെരി നൈസ് വൈറ്റ് റാറ്റ്സ്. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈറ്റ് റാറ്റ് ആയാലോ, ഐ ഹാവ് സം വെരി നൈസ് വൈറ്റ് റാറ്റ്സ്. എൻ്റെ അടുത്ത് വളരെ നല്ല കുറച്ച് വൈറ്റ് റാറ്റ്സ് ഉണ്ട്. നോ സെഡ് ദ മാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലല്ല, എനിക്ക് വേണ്ടത് വൈറ്റ് റാറ്റ്സിനെ അല്ല, നോട്ട് റാറ്റ്സ്, സംതിങ് വിത്ത് വിങ്സ്, ചിറകുള്ള എന്തിനെങ്കിലും, സംതിങ് ദാറ്റ് ഫ്ലൈസ്, പറക്കാൻ കഴിയുന്ന എന്തിനെങ്കിലും ആണ് എനിക്ക് വേണ്ടത്. എ ബേർഡ് എക്സ്ക്ലെയിംഡ് മിസ്റ്റർ പെർസൽ. അപ്പോൾ ഒരു പക്ഷിയായാലോ എന്ന് പെർസൽ പറഞ്ഞു. എ ബേർഡ്സ് ഓൾ റൈറ്റ്, എ ബേർഡ്സ് ഓൾ റൈറ്റ്. അപ്പോൾ ഒരു പക്ഷി ശരിയാണ്, കുഴപ്പമില്ല. ദി കസ്റ്റമർ പോയിൻറ്റഡ് സഡൻലി ടു എ സസ്പെൻഡഡ് കേസ് വിച്ച് കണ്ടെയ്ൻ 2 സ്നോയി ബേർഡ്സ്. അപ്പോൾ സ്നോയി എന്ന് പറഞ്ഞാൽ വെളുത്ത, അല്ലെങ്കിൽ മഞ്ഞ് പോലുള്ള, ഐസ് പോലുള്ള വെളുത്ത 2 ബേർഡ്സ്. അതിനെ ഒരു കേജിൽ തൂക്കിയിട്ടുണ്ട്, കേജിനകത്താക്കിയിട്ട് കേജ് തൂക്കിയിട്ടിരിക്കുന്നു. ഡൗസ്, ഹൗ മച്ച് ഫോർ ദോസ്? പ്രാവുകൾ, അതിന് എത്രയാണ്, എന്താണ് വില? $5.50, $5.50, $5.50, $5.50 കെയിം ദ പ്രോംപ്റ്റ് ആൻസർ. പെട്ടെന്ന് തന്നെ ആ ഷോപ്പ് കീപ്പർ പെർസൽ ആൻസർ കൊടുത്തു, 5.50 എന്ന്. ആൻഡ് എ വെരി റീസണബിൾ പ്രൈസ്, ദേ ആർ എ ഫൈൻ പെയർ. വളരെ റീസണബിൾ പ്രൈസാണ്, വളരെ നല്ല പെയറാണ്. 5.50. ദ മാൻ വാസ് ഒബ്വിയസ്ലി crestfallen. 5.50യോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആൻഡ് ഹി ഹെസിറ്റൻ്റ്ലി പ്രൊഡ്യൂസ്ഡ് എ $5 ബിൽ. അപ്പോൾ ഒരു മടിയോടെ അദ്ദേഹം ഒരു $5 ബില്ലെന്ന് പറയുന്നത് $5 നോട്ട് അത് കൊടുത്തു ഷോപ്പ് കീപ്പറിന്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് ദീസ് ബേർഡ്സ്, എനിക്ക് ഈ ബേർഡ്സിനെ വേണം. ബട്ട് ദിസ് ഈസ് ഓൾ ഐ ഹാവ് ഗോട്ട്, ഇത് മാത്രമാണ് എൻ്റെ അടുത്തുള്ളത്. ഈ $5 എൻ്റെ കയ്യിലുള്ളൂ. ജസ്റ്റ് $5, ഈ $5 എൻ്റെ കയ്യിലുള്ളൂ. എനിക്ക് ആ പക്ഷികളെ വേണം. മെൻ്റലി മിസ്റ്റർ പേഴ്സൽ മെയ്ഡ് എ ക്വിക്ക് കാൽക്കുലേഷൻ. മനസ്സിൽ അദ്ദേഹം ഒരു ക്വിക്ക് കാൽക്കുലേഷൻ നടത്തി, ഈ ഷോപ്പ് കീപ്പർ. ആൻഡ് വിച്ച് ടോൾഡ് ഹിം ദാറ്റ് അറ്റ് a 50-cent reduction he could still reap a tidy profit. ആ 50 സെൻറ്റ്സ്, 5.5 $5 കൊടുക്കുമ്പോൾ ആ $0.5 അല്ലെങ്കിൽ 50 സെൻറ്റ്സ് $0.5 അത് കുറച്ചാലും അദ്ദേഹത്തിന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ $5 കൊടുക്കാം എന്ന് തന്നെ വിചാരിച്ചു. ഹി സ്മൈൽഡ് മാഗ്നാനിമസ്ലി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മൈ ഡിയർ മാൻ, ഇഫ് യു വാണ്ട് ദെം ദാറ്റ് ബാഡ്ലി യു ക്യാൻ സെർട്ടൺലി ഹാവ് ദെം ഫോർ $5. നിങ്ങൾക്ക് അത്രമാത്രം അതിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ 50 സെൻറ്റ്സ് കുറച്ച് $5 നിങ്ങൾക്ക് തരാം. ഐൽ ടേക്ക് ദം. അദ്ദേഹം പറഞ്ഞു, മറ്റേ വാങ്ങാൻ വന്ന ആൾ പറഞ്ഞു, ഐൽ ടേക്ക് ദം, ഞാൻ വാങ്ങിക്കാം. ഹീ ലേഡ് ദ $5 ഓൺ ദ കൗണ്ടറിന് മുകളിൽ ആ $5 വെച്ച് കൊടുത്തു. മിസ്റ്റർ പേഴ്സൽ ടോട്ടേഡ് ഓൺ ടിപ്പ് ടോ, അൺഹുക്ക് ദ കേജ്, അതായത് കാലിൻ്റെ വിരലുകൾ ഊന്നി നിന്ന് അദ്ദേഹം ആ കേജ് അതിനെ ഹുക്കിൽ നിന്നെടുത്തു. ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ദ കസ്റ്റമർ. അതിന് ആ കേജും അതുപോലെ തന്നെ 2 ഡൗസിനെ അതിനുള്ളിൽ ആ കസ്റ്റമറിന് കൊടുത്തു. ദ മാൻ cocked his head to one side, listening to the constant chittering and the rushing scurry of the shop. അപ്പോൾ അദ്ദേഹം ആ കൂട് വാങ്ങിച്ചു, ആ ഡൗസിനെ വാങ്ങിച്ചു. എന്നിട്ട് അവിടെയുള്ള മറ്റുള്ള മൃഗങ്ങളുടെയും അതുപോലെ തന്നെ ബേർഡ്സിൻ്റെയൊക്കെ സൗണ്ട് അതിങ്ങനെ ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, ദാറ്റ് നോയ്സ് ഹി blurted
ഡസൻറ്റ് ഇറ്റ് ഗെറ്റ് യു? ആ നോയ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? നോയ്സ്? വാട്ട് നോയ്സ്? മിസ്റ്റർ പേഴ്സൽ ലുക്ഡ് സർപ്രൈസ്. പേഴ്സൽ, ഈ ഷോപ്പ് കീപ്പറിന് അവിടെയുള്ള നോയ്സൊന്നും അദ്ദേഹത്തിന് നോയ്സായി തോന്നിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നോയ്സോ? എവിടെ നോയ്സ്? എന്ത് നോയ്സ്? ഹീ കുഡ് ഹിയർ നത്തിങ് അൺയൂഷ്വൽ. അദ്ദേഹത്തിന് അൺയൂഷ്വൽ ആയിട്ടൊന്നും കേട്ടില്ല. ദ കസ്റ്റമർ ഗ്ലാഡ്. കസ്റ്റമർ നോക്കി, തുറച്ചു നോക്കി. ഐ മീൻ ഓൾ ദിസ് കേജ്ഡ് സ്റ്റഫ് ഡ്രൈവ്സ് യു ക്രേസി ഡസൻറ്റ് ഇറ്റ്? അപ്പോൾ ഈ കൂട്ടിലടയ്ക്കപ്പെട്ട ഈ മൃഗങ്ങളും പക്ഷികളും എല്ലാം അതുണ്ടാക്കുന്ന നോയ്സ്, അത് നിങ്ങളെ ക്രേസി ആക്കുന്നില്ലേ? അത് നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നില്ലേ? നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. മിസ്റ്റർ പേഴ്സൽ ഡ്രൂ ബാക്ക്. ഈദർ ദ മാൻ വാസ് ഇൻസെയിൻ ഓർ ഡ്രങ്ക്. ഹി സെഡ് ഹേസ്റ്റ്ലി, യെസ് യെസ് സെർട്ടൻലി ഐ ഗസ് സോ. അപ്പോൾ പേഴ്സലിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പേഴ്സൽ വിചാരിച്ചു ഇയാൾ ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, തലയ്ക്ക് പ്രശ്നമുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹം കുടിച്ചിട്ടുണ്ടാവാം, മദ്യപിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ പേഴ്സൽ പറഞ്ഞു, യെസ് യെസ് ശരിക്കും അതെ അതെ, ഈ നോയ്സ് എല്ലാം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ലിസൺ. ദ സ്റ്റിയറിംഗ് ഐസ് കെയിം ക്ലോസർ. ഹൗ ലോങ് ഡു യു തിങ്ക് ഇറ്റ് ടുക്ക് മീ ടു മേക്ക് ദി $5? അപ്പോൾ ആ മനുഷ്യൻ ഇദ്ദേഹത്തോട്, പേഴ്സണലിനോട് പറയണം, ശ്രദ്ധിക്കൂ, നോക്കൂ. ഹൗ ലോങ് ഡു യു തിങ്ക് ഇറ്റ് ടുക്ക് മീ ടു മേക്ക് ദിസ് $5? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ $5 ഉണ്ടാക്കാനായിട്ട് എനിക്ക് എത്ര സമയമെടുത്തിരിക്കും, ഞാൻ എത്ര വർഷമെടുത്തിരിക്കും എന്ന് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ എത്ര വർഷം, എത്ര സമയം എടുത്തിട്ടായിരിക്കാം ഈ $5 ഞാൻ ഏൺ ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്? ദ മെർച്ചൻറ്റ് വാണ്ടഡ് ടു ഓർഡർ ഹിം ഔട്ട് ഓഫ് ദ ഷോപ്പ്. ആ ഷോപ്പ് കീപ്പർ അദ്ദേഹം എങ്ങനെയെങ്കിലും ആ ഷോപ്പിൽ നിന്ന് പോയാൽ മതി എന്ന് വിചാരിക്കുകയാണ്. ബട്ട് ഓൾഡ്ലി ഇനഫ് ഹീ കുഡിൻ. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞു വിടാൻ സാധിച്ചില്ല. ഹി ഹേർഡ് ഹിംസെൽഫ് ഡ്യൂട്ടിഫുള്ളി ആസ്കിങ്, വൈ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് യു? എങ്ങനെ, എന്താണ്, എത്ര കൊല്ലം നിങ്ങൾക്ക് എടുത്തു ഈ $5 നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് എന്ന് ഷോപ്പ് കീപ്പർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ദ അതർ ലാഫ്റ്റ്. ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 10 years അറ്റ് ഹാർഡ് ലേബർ. 10 വർഷം എടുത്തു എനിക്ക് ഈ $5 ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ $10 ഉണ്ടാക്കിയത്, കൂലിപ്പണി ചെയ്തിട്ട്. 10 years to earn $5.50 a year. ഇത് സമ്പാദിക്കാനായിട്ട് എനിക്ക് 10 വർഷം എടുത്തു. ഇറ്റ് വാസ് ബെസ്റ്റ്. പേഴ്സൽ ഡിസൈഡഡ് ടു ഹ്യൂമർ ഹിം. മൈ 10 years, ദാറ്റ് സെർട്ടൺലി എ ലോങ് ടൈം നൗ. 10 വർഷമോ? അത് ശരിക്കും വലിയൊരു കാലഘട്ടമാണല്ലോ, ഒരുപാട് സമയമെടുത്തല്ലോ. ദാറ്റ് ഗിവ് യു $5, laughed the man, and a cheap suit, and tell you not to get caught again. Mr. Purcell mopped his sweating brow. Now, about the care and feeding your dogs, I would advise. അപ്പോൾ എന്നിട്ട് അദ്ദേഹം, ഈ ഷോപ്പ് കീപ്പർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ ഫീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള അഡ്വൈസ് എല്ലാം തരാം എന്ന് പറഞ്ഞു. ദ മാൻ സ്വാങ് എ റാം. അദ്ദേഹം പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം അത് കേൾക്കാൻ നിന്നില്ല. ആൻഡ് സ്റ്റോക്ഡ് അബ്രപ്റ്റ്ലി ഫ്രം ദ സ്റ്റോർ. പെട്ടെന്ന് തന്നെ ആ സ്റ്റോറിൽ നിന്ന് പുറത്തിറങ്ങി. പേഴ്സൽ സൈഡ് വിത്ത് സഡൻ റിലീഫ്. അദ്ദേഹം ഒരു ദീർഘനിശ്വാസം വിട്ടു. പേഴ്സൽ, ഈ ഷോപ്പ് കീപ്പർ, അദ്ദേഹത്തിന് വളരെ റിലീഫായി. അദ്ദേഹം ഇറങ്ങിപ്പോയല്ലോ മറ്റേ മനുഷ്യൻ, അത് ആ ഡൗസിനെ വാങ്ങി ഇറങ്ങിപ്പോയി. ഹീ വാഡിൽ ടു ദ വിൻഡോ ആൻഡ് സ്റ്റേഡ് ഔട്ട്. ആ വിൻഡോവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ പേഴ്സൽ പുറത്തോട്ട് നോക്കി. ജസ്റ്റ് ഔട്ട് സൈഡ് ഹിസ് പെക്യൂലിയർ കസ്റ്റമർ ഹാഡ് ഹോൾട്ടഡ്. പുറത്ത്, ഷോപ്പിൻ്റെ പുറത്ത് പെക്യൂലിയർ കസ്റ്റമർ, വിശേഷപ്പെട്ട കസ്റ്റമർ, അദ്ദേഹം അവിടെ നിൽക്കുന്നു. ഹി വാസ് ഹോൾഡിങ് ദ കേജ് കേജ് ഷോൾഡർ ഹൈ. ഷോൾഡറിൻ്റെ ഹൈറ്റിൽ ആ കേജ് ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. സ്റ്റെയറിങ് അറ്റ് ഹിസ് പർച്ചേസ്. വാങ്ങിച്ച ഡൗസിനെ
ആ പ്രാവുകളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ദെൻ ഓപ്പണിങ് ദ കേജ് ഹി റീച്ച്ഡ് ഇൻസൈഡ് ആൻഡ് ഡ്രൂ ഔട്ട് വൺ ഓഫ് ദ ഡൗസ്. കേജ് ഓപ്പൺ ചെയ്തിട്ട് കൈയിട്ടിട്ട് ഒരു ഡവിനെ പിടിച്ചു. ആൻഡ് ഹി ടോസ്ഡ് ഇറ്റ് ഇൻ ടു ദ എയറിലോട്ട് ഇങ്ങനെ അതിനെ പറത്തി വിട്ടു. ഹി ഡ്രൂ ഔട്ട് ദ സെക്കൻഡ് ആൻഡ് ടോസ്റ്റ് ഇറ്റ് ആഫ്റ്റർ ദ ഫസ്റ്റ്. രണ്ടാമത്തേനെ പിടിച്ചു എയറിലോട്ട് പറത്തി വിട്ടു. ദേ റോസ് ലൈക്ക് വിൻഡ് ബ്ലോൺ balls of fluff and were lost in the smoky grey of the wintry city. അങ്ങനെ ആ രണ്ടും ഒരു വിൻഡ് ബോൾസിനെ പോലെ, ഒരു മഞ്ഞിൻ്റെ ഒരു പഞ്ഞിക്കെട്ട് പോലെ അത് പറന്നുപോയി ഈ രണ്ട് ഡൗസും. For an instant the liberators silent and lifted gaze watched after them. അദ്ദേഹം ഇങ്ങനെ നോക്കി, പറന്നു പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ദെൻ ഹി ഡ്രോപ്പ് ദ കേജ്, ആ കേജ് താഴെ വെച്ചു. ആൻഡ് ഹി ഷോവ് ബോത്ത് ഹാൻഡ്സ് ഡീപ്പ് ഇൻ ഹിസ് ട്രൗസർ പോക്കറ്റ്. രണ്ട് കൈയും അദ്ദേഹത്തിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടു. ഹഞ്ച് ഡൗൺ ഹിസ് ഹെഡ് ആൻഡ് ഷഫിൾഡ് എവേ. തല കുനിച്ചുകൊണ്ട് അദ്ദേഹം നടന്നുപോയി. ദ മെർച്ചൻറ്റ്സ് ബ്രൂ വാസ് puckered with perplexity മത്ലബ് അത് പറഞ്ഞാൽ കൺഫ്യൂഷൻ. പെർപ്ലെക്സിറ്റിയോടെ അല്ലെങ്കിൽ കൺഫ്യൂഷനിൽ ഇങ്ങനെ ഈ മെർച്ചൻ്റ്, ആ ഷോപ്പ് കീപ്പർ ബർസൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സോ ഡെസ്പറേറ്റ്ലി ഹാഡ് ദ മാൻ ഡിസൈഡ് ദ ഡൗസ് ദാറ്റ് ഹി ഹാഡ് ലെറ്റ് ഹിം ഹാവ് ദെം അറ്റ് എ റെഡ്യൂസ്ഡ് പ്രൈസ്. വളരെ ഡെസ്പറേറ്റ് ആയിട്ട്, വളരെ ആഗ്രഹത്തോടെ ആണ് അദ്ദേഹം ആ രണ്ട് ഡൗസിനെ വാങ്ങിച്ചത്. അതുപോലെ തന്നെ റെഡ്യൂസ് പ്രൈസിലാണ് ഈ ഷോപ്പ് കീപ്പർ പെർസൽ അദ്ദേഹത്തിന് ഈ ഡൗസിനെ വിറ്റത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി അങ്ങനെ വളരെ ആഗ്രഹത്തോടെ വാങ്ങിക്കുകയും വില കുറവിൽ വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം അതിനെ പറഞ്ഞ് പറത്തിവിടുകയാണ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഹി ഹാഡ് ടേൺ ദെം ലൂസ്. അതിനെ രണ്ടിനെയും തുറന്നു വിട്ടിരിക്കുന്നു. നൗ വൈ, എന്തിന്? മിസ്റ്റർ പേഴ്സൽ മട്ടേഡ്. മിസ്റ്റർ പേഴ്സൽ, ആ ഷോപ്പ് കീപ്പർ, അങ്ങനെ പിറുപിറുക്കുകയാണ്. ഡിഡ് ഹി ഡു ദാറ്റ്? വൈ ഡിഡ് ഹി ഡു ദാറ്റ്? എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്? ഹി ഫെൽറ്റ് വേഗ്ലി ഇൻസൾട്ടഡ്. ആ പേഴ്സലിന്, ഷോപ്പ് കീപ്പറിന് ചെറുതായിട്ട് അദ്ദേഹം ഇൻസൾട്ടഡ് ആയ പോലെ തോന്നി. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥ. ഈ L.E. ഗ്രീവ് എഴുതിയ ഒരു കഥയായിരുന്നു സംതിങ് ഇൻ എ കേജ്. എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.